ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ബിരിയാണി റെഡിയാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കൂടാതെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 350 ഗ്രാം അരിയുടെ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 350 ഗ്രാം ജീരകരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീഫാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 750 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 വലിപ്പമുള്ള സവാള, 3 തക്കാളി, ഒരു 10 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, മീഡിയം വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും ഒരു കുറച്ച് പുതിനയില എടുത്തിട്ടുള്ളൂ. നമ്മൾ കുക്കറിൽ ബിരിയാണി റെഡിയാക്കുമ്പോൾ പുതിനയില ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന അരി ഒന്ന് കുതിരാനിടാം. നമ്മളുടെ അരി ഒരു 25 മിനിറ്റോളം നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. നമ്മളുടെ അരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ബീഫൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് കുതിരാനിട്ടിട്ട് ബാക്കിയുള്ള സവാളയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയും തക്കാളിയും എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പച്ചമുളക് നമ്മളിങ്ങനെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിനി കുക്കറിലാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 5 ലിറ്ററിൻ്റെ കുക്കറിൽ ചോറും ഇറച്ചിയും കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 5 ലിറ്റർ അളവുള്ള കുക്കർ എടുക്കണം ഇത് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ബീഫിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നിറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അതിന് ഞാൻ 1 സ്പൂൺ നിറച്ചും കല്ലുപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ലോണം മസാലയും തൈരും എല്ലാം നല്ലോണം മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം നമ്മൾ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിൽ അടപ്പത്ത് വെച്ച് വേവുമ്പോഴത്തേക്കും ബീഫിൽ വെള്ളമൊക്കെ ഇറങ്ങി ഇതിൽ നല്ലോണം ചാറുണ്ടായി വരും. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് അധികം വേവില്ലാത്ത ബീഫായതുകൊണ്ട് 3 വിസിലിന് നമുക്കിത് വെന്ത് കിട്ടും. നിങ്ങൾ ബീഫ് എടുക്കുമ്പം വേവ് കൂടിയ ബീഫാണെങ്കിൽ അതനുസരിച്ച് 4 5 വിസിലടുപ്പിക്കണം വെന്ത് കിട്ടണമെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ബീഫ് 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ പ്രഷർ പോണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിലടിച്ചിട്ട് നമ്മൾ ബീഫ് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് 1 വിസിലും കൂടി അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 വിസിലിൽ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി കറിയിൽ ഇഷ്ടംപോലെ ചാറും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. നമ്മളിനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിരിക്കുന്ന അരി നല്ലോണം ഒന്ന് കഴുകി വെള്ളം വലത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരി നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 25 മിനിറ്റോളം ഇത് വെള്ളത്തിലിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അരിക്ക് പാകത്തിന് വേവാനുള്ള വെള്ളം ഇറച്ചിയിലുണ്ട്. അപ്പോൾ നമ്മളിനി ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക്
ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം വാലാൻ വെച്ചിരുന്ന അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 750 ഗ്രാം ഇറച്ചി വെന്ത് കഴിയുമ്പം കിട്ടുന്ന ചാറ് മതി 350 ഗ്രാം അരി വേവാൻ. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് മതിയാവും, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ വളരെ കുറച്ച് ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. ഇനി കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ 350 ഗ്രാം അരിക്ക് വേണ്ട വെള്ളം ഇതിലുണ്ട്. ഇനി നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഇതിലോട്ട് ഒഴിക്കേണ്ട കാര്യമില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ വെള്ളം മുകളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെള്ളം മതി നമുക്ക് ബിരിയാണി റെഡിയായി കിട്ടാൻ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും മസാലയും എല്ലാം ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരി കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു, അതിൻ്റെ കൂടെ ഇത്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിസിലടിക്കണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി വെന്തിട്ടുണ്ടാവും. ഒരു വിസിലടിക്കുമ്പോഴേക്കും പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഒരുപാട് സമയം വിസിലടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെയായിട്ടുണ്ടെന്ന്. അപ്പം നല്ലോണം പാകത്തിന് വെന്തിട്ടുണ്ടാവും, വെള്ളമൊക്കെ പാകത്തിനായിട്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ വെന്ത് റെഡി മണിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും കൂടുതലും ഇല്ല കുറവും ഇല്ല, ചോറൊക്കെ നല്ല ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് പാത്രത്തിലോട്ട് വിളമ്പാം. ഇത് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറും ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കച്ചമ്പറ് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.